ഗാന്ധിയും ചാപ്ലിനും തമ്മിലുണ്ടായ ഒരു സംഭാഷണത്തിൽ നിന്ന് തുടങ്ങാം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് ഗാന്ധി ചെല്ലുമ്പോൾ ചാർലി ചാപ്ലിനെ കാണുന്നുണ്ട്. ചാപ്ലിൻ വരുന്നുണ്ട് ഗാന്ധിയെ കാണാൻ. അപ്പോൾ ഗാന്ധിക്ക് സത്യത്തിൽ ചാപ്ലിൻ ആരാണെന്ന് അറിയില്ല ചാപ്ലിൻ ആരാണ്. ഗാന്ധി അത് പറയുന്നുണ്ട്. പിന്നെ ചാപ്ലിൻ പറഞ്ഞത്, പിന്നീട് ഞങ്ങൾ സംസാരിച്ച മുഴുവൻ സമയവും ചിരിച്ചതും ചിരിപ്പിച്ചതും ഗാന്ധിയാണ്, ഞാനല്ല. ഞാൻ നിശബ്ദമായി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഗാന്ധി പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ഭാവിയാണ് കൊടുക്കേണ്ടത്. പക്ഷേ വർത്തമാനകാലത്തിലാണ് അതിൻ്റെ രൂപപ്പെടലുകൾ. എല്ലാവരും രാജാവ് വിളമ്പിയ പായസം കുടിച്ചപ്പോൾ രാജാവ് പറഞ്ഞല്ലോ പായസത്തിന് കയ്പാണ് എന്ന് പറഞ്ഞപ്പോൾ അടിയന് ഈ കയ്പ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ പറയാൻ എത്ര പേരുണ്ട് എന്നുള്ളതൊരു പ്രശ്നമാണ്. അത് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും നമ്മുടെ മനസ്സ് ആ വിഗ്രഹങ്ങളുടെ ശ്രീകോവിലുകളാക്കി മാറ്റുകയും എന്നിട്ട് ആ ശ്രീകോവിലിലും ആ ആരാധനാ വിഗ്രഹത്തിന് നേരെ വരുന്ന ചോദ്യങ്ങളുടെ നേരെ അസഹിഷ്ണുതകൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളാണ്. അതിനെ ഇളക്കാൻ അതാണോ ശരി എന്നൊരിക്കൽ ചോദിക്കേണ്ടിയിരിക്കുന്നു. ബുദ്ധനെക്കുറിച്ചൊരു കഥയുണ്ട്. ബുദ്ധൻ ഒരിക്കൽ ഒരാൾക്ക് തോന്നി, അയാളിങ്ങനെ ദൈവവിശ്വാസം ഇല്ലാതെ ജീവിച്ച ഒരാളാണ്. അയാൾക്ക് ദൈവവിശ്വാസമില്ല. വയസ്സായപ്പോൾ അയാൾക്കൊരു സംശയം, ദൈവം ഉണ്ടോ ഇല്ലയോ? ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും നാളും ചെയ്തതൊക്കെ തെറ്റാണല്ലോ, ഞാൻ ചെയ്തത് വലിയ അബദ്ധമാണല്ലോ. ഇയാൾ അസ്വസ്ഥനാണ്. ഇയാളിങ്ങനെ അസ്വസ്ഥനായി നടക്കുമ്പോൾ ഇയാൾക്കൊരു സ്ഥലത്തൊന്നും ഉത്തരം കിട്ടുന്നില്ല. ദൈവം ഉണ്ടോ ഇല്ലയോ, ഇതാണ് ഇയാൾക്ക് അറിയേണ്ടത്. ഇയാളില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ആൽത്തറയിൽ ഒരു യോഗി ഇരിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു. ഇയാൾ 1-2 ദിവസം നടന്ന് ഈ ആൽത്തറയിലെ യോഗിയെ കണ്ടു. ബുധനാണ്. ബുധനോട് ചോദിച്ചു, ദൈവം ഉണ്ടോ ഇല്ലയോ? ബുധൻ പറഞ്ഞു, ദൈവമുണ്ട്. അയാൾ തൃപ്തനായി. അയാൾക്കൊരു ഉത്തരം കിട്ടി, ദൈവമുണ്ട്. ഇതേ സന്ദർഭത്തിൽ തന്നെ വേറൊരാൾക്കൊരു സംശയം. അയാൾ ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അതനുസരിച്ചുള്ള ആചാരങ്ങളും രീതികളുമൊക്കെ അനുസരിച്ച് അതൊക്കെ അനുഷ്ഠിച്ചിരുന്ന ഒരാളാണ്. അയാൾക്കൊരു സംശയം, ദൈവം ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഇയാൾ ഇതുപോലെ തന്നെ അസ്വസ്ഥനായപ്പോൾ മറ്റേയാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു യോഗിയുണ്ട്, അയാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടും. അയാൾ ബുധനെ കാണാൻ ചെന്നു. ബുധനോട് ചോദിച്ചു, ദൈവം ഉണ്ടോ? ബുധൻ പറഞ്ഞു, ഇല്ല. അയാൾ പോയി. ഇത് രണ്ടും കേട്ടുകൊണ്ടുവന്ന് ശിഷ്യൻ ഉണ്ടായിരുന്നു. ശിഷ്യൻ ചോദിച്ചു, അല്ല അതെന്താണ് ഗുരു, ഒരാളോട് ഉണ്ട് എന്നും ഒരാളോട് ഇല്ല എന്നുമാണല്ലോ അങ്ങ് ഉത്തരം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മറുപടി അന്വേഷിച്ച് കണ്ടെത്തണം. ഉണ്ട് എന്നുള്ളതിൽ ഉറക്കരുത്, ഇല്ല എന്നുള്ളതിൽ ഉറക്കരുത്. ജീവിതം അന്വേഷണമാണ്, നിരന്തരമായ അന്വേഷണം. ആ അന്വേഷണത്തിന് വേണ്ടിയാണ് ഞാനങ്ങനെ ഉത്തരം പറഞ്ഞത് എന്ന് ബുദ്ധൻ പറയുന്നുണ്ട്.